നവകേരള സദസ്സിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ നടപടിയുമായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാന കൗൺസിൽ അംഗം നൌഷാദ്, പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറി കലാപ്രേമി ബഷീർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, എന്തായാലും ഈ നവകേരള സദസ്സിൽ ഇടത് മുന്നണി സംഘടിപ്പിച്ച ഈ സദസ്സിൽ പങ്കെടുത്തത് തന്നെയായിരിക്കുമല്ലോ ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം. ഇവരെ പുറത്താക്കിക്കൊണ്ട് എന്തെങ്കിലും വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ ലീഗ്? അതിലെന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ ആനന്ദ്? അനിൽ നമ്പ്യാർ, നവകേരള സദസ്സ്, കേരളീയം തുടങ്ങി ഇടത് സർക്കാരിന്റെ രണ്ട് പരിപാടികളും ശ്രീ അനിൽ നമ്പ്യാർ, നവകേരള സദസ്സ്, കേരളീയം തുടങ്ങിയ ഇടത് സർക്കാരിന്റെ രണ്ട് പരിപാടികളിലും പങ്കെടുത്ത മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള രണ്ടു പേർക്കെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികളുമായി ലീഗ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സംസ്ഥാന കൗൺസിൽ അംഗം നൌഷാദ്, അതുപോലെ തന്നെ പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറി കലാപ്രേമി ബഷീർ എന്നിവരെയാണ് ഇപ്പോൾ ലീഗ് അതീവ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സംസ്ഥാന സമിതി അംഗമായ നൌഷാദ് ചിറയൻകീഴ് മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ പ്രഭാത സദസ്സിൽ പങ്കെടുത്തിരുന്നു. അത് മാത്രമല്ല, പ്രഭാത സദസ്സിൽ അദ്ദേഹം പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരണം അടക്കം നടത്തിയിരുന്നു. ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കരുത് UDFന്റെ തീരുമാനം തെറ്റാണ്. ആളുകളുടെ പരാതി സ്വീകരിക്കുന്ന ഒരു കേന്ദ്രമാണത്. അവിടെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ പങ്കെടുക്കരുതെന്ന് UDF നേതൃത്വം തീരുമാനിക്കുന്നത്? ആ തീരുമാനം എന്തായാലും തെറ്റാണ്. പ്രവാസികളുടെ ഒരു പ്രതിനിധിയായി തന്നെയാണ് താൻ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തത്. ലീഗിൽ തുടരണം എന്ന് തന്നെയാണ് തന്റെ ആഗ്രഹം എന്നും അദ്ദേഹം അതായത് നൌഷാദ് അറിയിച്ചിരുന്നു. മാത്രമല്ല, കേരളീയം എന്ന് പറയുന്ന തൊട്ടുമുമ്പ് തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു സംസ്ഥാന ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കലാപ്രേമി പുറത്താക്കിയിരുന്നു. എന്തായാലും ഈ നവകേരള സദസ്സ് തുടക്കം മുതൽ തന്നെ വിവാദങ്ങളുടെ ഒരു കൂടാരം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷ മുസ്ലിം ലീഗിനെ തങ്ങളോട് അടുപ്പിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ തന്നെ പല സമുന്നത നേതാക്കളെ ആ തരത്തിൽ ഇടതുപക്ഷം സമീപിക്കുകയും ചെയ്തിരുന്നു. ആളുകളെ എത്തിക്കാനും സദസ്സിലാവട്ടെ, നവകേരള സദസ്സിന്റെ വേദിയിലാവട്ടെ, അത്തരത്തിലേക്കെല്ലാം എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നതായി നമുക്ക് വിവരങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് UDF ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ കൂടി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ചില നേതാക്കൾ ആ സദസ്സിൽ പങ്കെടുത്തിരുന്നു. തുടർന്ന് UDFൽ അതൃപ്തി പുകഞ്ഞതോടെ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമായി മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിലെ നേതാക്കളെ അടർത്തിക്കൊണ്ട് തങ്ങളോട് കൂട്ടി നിർത്തിക്കൊണ്ട് പോകാനുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു തന്ത്രം ന്റെ ആദ്യവല സൂചനയായിട്ട് തന്നെ വേണ്ടിവരും ഒരുപക്ഷെ ലീഗിന്റെ ഈ ഒരു സസ്പെൻഷൻ നടപടി നമ്മൾ മനസ്സിലാക്കാൻ. നന്ദി. നവകേരള സദസ്സിൽ പങ്കെടുത്ത രണ്ട് ലീഗ് നേതാക്കന്മാർക്കെതിരെ പാർട്ടി നേതൃത്വം നടപടി എടുത്തിരിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.